247 ഡിഗ്രി ഫാരൻഹീറ്റ് ഉള്ള ഒരു റൂമിൽ പെട്ടുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ കഴിയുമോ? എന്നാൽ അതേ ചൂടുള്ള ഒരു റൂമിൽ പെട്ടുപോയ 3 പേരുടെ കഥയാണ് 2011 പുറത്തിറങ്ങിയിട്ടുള്ള 247 ഡിഗ്രി F എന്ന മൂവി. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്ന ഇതിലെ ഹീറോയിനായിട്ടുള്ള ചെന്നൈയും അവളുടെ ലവറും കൂടി ഒരു ട്രിപ്പ് പോകുന്നതാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയുടെ വീട്ടിലേക്ക് തന്നെ. പക്ഷേ ആ പോകുന്ന വഴിയാണ് ഇവർക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി ജെന്നയുടെ ലവർ അവിടെ തന്നെ മരിക്കുന്നത്. പക്ഷേ ജെന്ന മാത്രം അതിന് രക്ഷപ്പെടും. ഈ സംഭവം എല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഒരു പ്ലേസിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന കാണിക്കും. ആ ടൈമിലാണ് പുറകിൽ നിന്ന് ഒരാളെ വിളിക്കുന്നത്. നോക്കുമ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് റെനി. അവളെ ഹീറോയിനോട് ചോദിക്കും, നീ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നതാണോ, എൻജോയ് ചെയ്യാൻ വന്നതാണോ, വാ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഹീറോയിനെ വിളിച്ചോട്ട് അങ്ങോട്ടേക്ക് പോകും. അവിടെ നിന്ന് നമ്മളെ കാണിക്കുന്ന ഹീറോയും അവൻ്റെ ഫ്രണ്ടും കൂടെ അവർ വരുന്നത് നോക്കി നിൽക്കുന്നതാണ്. ഇതാണ് ഹീറോ എൻ, അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരൻ മൈക്കിൾ. അവരെ ദൂരേന്ന് കണ്ട ഉടനെ തന്നെ 2 കിടിലൻ പെണ്ണുങ്ങളാണല്ലോ വരുന്നത്. ഹീറോ മൈക്കിളിനോട് അങ്ങനെ 4 പേരും അടുത്തേക്ക് വരും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, നമ്മളെവിടെ താമസിക്കാൻ പോകുന്നത്? ഉടനെ ഹീറോ പറയും, ഇവിടെ ഒരു 1 അവർ പോയാൽ മതി, നമ്മൾ താമസിക്കാനുള്ള സ്ഥലം എത്തുമെന്ന് പറഞ്ഞ് ഇവർ 4 പേരും ഒരു ബോട്ടിൽ കയറി ആ സ്ഥലത്തേക്ക് ചെല്ലും. ഇവർ ദൂരേന്ന് വരുന്നത് അവിടെ നിന്നൊരു ഹൈറ്റ് ഉള്ള ഒരാൾ കാണും. ഈ പുള്ളി വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ അങ്കിള് തന്നെയാണ്. ഇവിടെയാണോ നമ്മൾ താമസിക്കാൻ പോകുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെ ഇവിടെ തന്നെ നമ്മൾ വീക്കെൻഡ് അടിച്ചു പൊളിക്കാൻ പോകുന്നത്, ഇതെൻ്റെ ഒരു അങ്കിളിൻ്റെ വീടാണെന്ന് പറയും. ഉടനെ തന്നെ ഇവർ 4 പേരും അങ്കിളിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളി ഇവർക്കെല്ലാം ബിയർ ഒഴിച്ചു കൊടുക്കും. പക്ഷേ ഹീറോയിൻ മാത്രം അത് വേണ്ടെന്ന് പറഞ്ഞ് അകത്ത് ബാത്റൂമിൽ ചെന്നിട്ട് ഹീറോയിൻ ബാഗിൽ നിന്ന് ഒരു ഗുളിക എടുക്കും. ഇത് 3 വർഷം മുമ്പ് ആക്സിഡൻറ്റ് നടന്നുകൊണ്ട് അതിൻ്റെ ഡിപ്രഷനൊക്കെ മാറാൻ വേണ്ടിയുള്ള ഗുളികയായിരുന്നു. പക്ഷേ ഹീറോയിൻ അത് കഴിക്കാൻ തുടങ്ങിയിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ച് വീണ്ടും അടച്ചു വെക്കും. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്കിള് പറയും, എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ, നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് പൊക്കോ, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയാൻ. അങ്കിൾ അവിടെ നിന്ന് പോയ ശേഷം പാർട്ടിക്ക് ഇനിയും ടൈമുണ്ട്, അതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നു 4 പേരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഇവിടെ ഒരു ഹീറ്റ് റൂമുണ്ട്, നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാമെന്ന്. ഈ സംഭവം നടക്കുന്ന ഏരിയ നല്ല തണുപ്പായതുകൊണ്ട് അവിടുത്തെ വീടുകളെല്ലാം ഹീറ്റ് റൂം വെക്കാറുണ്ട്. അങ്ങനെ ഹീറ്റ് റൂമിലേക്ക് പോകാതെ 4 പേരും പ്ലാൻ ചെയ്ത ശേഷം ആദ്യം തന്നെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും കൂടെ ഡ്രസ്സെല്ലാം ഊതിയിട്ട് ഹീറ്റ് റൂമിലേക്ക് പോകും. അവരുള്ളിലേക്ക് പോയ സമയം റെനി ഹീറോയിനോട് ചോദിക്കും, നീ ഹാപ്പി അല്ലെന്ന്. ഹീറോയിൻ പറയും, ശേഷം ഞാൻ ഹാപ്പി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ലെന്ന്. റെനി പറയും, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരാൻ. ഹീറോയിൻ പറയും, ഞാൻ ഉറപ്പായിട്ട് വരാം, അതിന് മുമ്പ് ഞാൻ റൂം വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ ചെന്ന് ഡ്രസ്സ് അഴിക്കാൻ നേരം ഹീറോയിൻ്റെ കഴുത്തിൽ എൻഗേജ്മെൻറ്റ് റിങ് കാണുന്നത്. ഇത് കണ്ടുടനെ തന്നെ ഹീറോയിൻ ഫീലായിട്ട് ആ നെക്ലേസും ടാബ്ലറ്റും കൂടെ ഒരു ഡ്രോയിലേക്ക് ഇട്ടിട്ട് പോകാനായിട്ട് റെഡിയാണ്. റെനി ആ റൂമിലേക്ക് ബിക്കിനിയൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലും. അത് കണ്ടുടനെ തന്നെ അവളുടെ ലവറുടെ മനസ്സിലൊരു ലഡു പൊട്ടും. അങ്ങനെ നമ്മുടെ ഹീറോയിന് 2 വാട്ടർ ബോട്ടിലൊക്കെ എടുത്തുകൊണ്ട് ഹീറ്റ് റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് അവൾ എന്തോ ആലോചിച്ചിട്ട് തിരിച്ചു പോരാന്നേരം ആ ഹീറോ കതക് തുറന്നിട്ട് അവളെ അകത്തേക്ക് വിളിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോയിനും അകത്തേക്ക് വരും. അപ്പോൾ ആ റെനി വന്നിട്ട് അവളുടെ കയ്യിലുള്ള ബോട്ടിൽ ടക്കനെ തട്ടിയെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി 2 അമ്മ ബിയർ അടിക്കാനും തുടങ്ങും. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ പറയും, ഈ ഹീറ്റ് റൂം എൻ്റെ അങ്കിളാണ് കെട്ടിയത്, നല്ല അടിപൊളിയായിട്ടാണ് കെട്ടിയെന്ന് പറഞ്ഞ് കയ്യിലുള്ള വെള്ളം എടുത്ത് ചൂടായി നിൽക്കുന്ന ഒരു കല്ലിലേക്ക് ഒഴിക്കും. ഇത് വേറൊന്നിനുമല്ല, ആ റൂം കുറച്ചുകൂടെ ഹീറ്റ് ആകാനായിട്ട് ഹീറോ ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ റൂമിന് ഹീറ്റ് സഹിക്കാൻ പറ്റാതാകും. ആ ടൈമിൽ ഹീറോ പറയും, നമുക്ക് അടുത്തുള്ള ലേക്ക് പോയി കുളിച്ചിട്ട് വരാമെന്ന്. ഇത് നല്ല ഐഡിയ ആണല്ലോ എന്ന് ഓർത്ത് അവരെല്ലാം പോയി അവിടെ ഹാപ്പി ആയിട്ട് കുളിക്കും. അങ്ങനെ അവിടുന്ന് ഹീറോയിനും റെനിയും കൂടെ റൂമിലേക്ക് വരും. പക്ഷേ നമ്മുടെ പയ്യന്മാർ അവിടെ ഇരുന്ന് നല്ല വെള്ളം അടിച്ചിട്ട് പാർട്ടിക്ക് പോകുന്ന കാര്യമൊക്കെ സംസാരിക്കും. ആ ടൈമിൽ റെനി ഹീറോയിനോട് ചോദിക്കും, നീ ഹാപ്പി ആണോ എന്ന്. ഹീറോയിൻ പറയും, നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഹീറോ പുറത്ത് വെച്ച് മൈക്കിളിനോട് പറയും, നീ എന്നാൽ കുടിയെല്ലാം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോ അകത്തേക്ക് പോകും. പോയ ടൈമിൽ മൈക്കിൾ അങ്ങനെ മൂക്കുമുട്ട കുടിക്കും. അവിടെ നിന്ന് അവനെ ഹീറ്റ് റൂമിലേക്ക് ചെന്നിട്ട് ലവറായിട്ടുള്ള റെനിയുമായിട്ട് അടിയാകും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അവർ വീണ്ടും കൂളാകാനായിട്ട് ലേക്കിൽ പോയി കുളിച്ചിട്ട് വരും. ആ ടൈമിലാണ് മൈക്കിൾ റെനീനെ സെക്സ് ചെയ്യാനായിട്ട് വിളിക്കുന്നത്. റെനി അവനെ തള്ളിയിട്ടിട്ട് നീ വെള്ളം അടിച്ചേക്കോ എന്ന് പറഞ്ഞ് 2 തെറിയും പറഞ്ഞിട്ട് കഥ കടച്ച് അകത്തേക്ക് പോകും. അങ്ങനെ നമ്മുടെ മൈക്കിൾ നാണം കെട്ടത് ആരെ അറിയിക്കാതെ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. അവിടെ നിന്ന് റെനി അകത്തേക്ക് എന്നിട്ട് ഹീറോയിനോടും മൈക്കിളിനെ പറ്റിയുള്ള കംപ്ലൈൻറ്റ് പറയും.
ഉടനെ തന്നെ മൈക്കിൾ പുറത്തൂടെ വരുന്ന സൗണ്ട് കേൾക്കും. റെനി പറയും ഇത് അവൻ തന്നെയാണ് എന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാനുള്ള അവൻ്റെ ട്രിക്കാന്ന് പറയും. ആ ടൈം ഹീറോ ഓർക്കും ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊന്ന് അറിയണമല്ലോ എന്ന് ഓർത്ത് കതക് തുറക്കാൻ ചെയ്യും. ആ ടൈമിൽ റെനി അവിടെ എണീറ്റിട്ട് അവനെ അകത്തേക്ക് വിളിക്കണ്ട, എനിക്ക് അവനെ കാണണ്ട, ഞാൻ എൻ്റെ റൂമിൽ പോകുവാന്ന് പറഞ്ഞ് ഡോറ് തുറക്കാൻ നേരം ഡോർ ലോക്ക്. ഇത് കണ്ടുടനെ ഹീറോ വന്നിട്ട് കതക് തുറക്കാൻ നോക്കും. പക്ഷെ അവൻ എത്ര ബലം എടുത്തിട്ട് അത് തുറക്കാൻ പറ്റത്തില്ല. ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ഇത് കണ്ടിട്ട് നല്ലപോലെ പേടിക്കുകയും ചെയ്യും. ഉടനെ തന്നെ മൈക്കിളിന്ന് ഹീറോയും റെനിയും കൂടെ കിടന്ന് വിളിക്കും. പക്ഷെ ഒരനക്കവും ഇല്ല. റെനി പറയും ഇതവൻ നമ്മുടെ അടുത്ത് കളിക്കാൻ വേണ്ടി ചെയ്തതാ, ഇത് അവൻ തന്നെ ചെയ്തതെന്ന് പറയും. അപ്പം ഹീറോ പറയും മൈക്കിളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അവനിപ്പോൾ കതക് തുറന്നേനും. ആ ടൈമിൽ തന്നെ ഹീറോയിൻ ഓർക്കും അവളെ ഗുളിക കഴിക്കാൻ മതിയായിരുന്നെന്ന്. അവൾ ഇവരോട് പറയും മൈക്കിൾ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും തുറന്നു വിടുമെന്ന്. ഹീറോ പറയും ഒരിക്കലും ഇല്ല, അവൻ തിരിച്ചു വരുമ്പോൾ നമ്മൾ പാർട്ടിക്ക് പോയെന്ന് ഓർക്കത്തുള്ളൂ, അവന് ഹീറ്റ് റൂം തുറക്കാൻ ചാൻസ് ഇല്ലെന്ന് പറയും. ആ ടൈമിൽ തന്നെ ഹീറോയും റെനിയും കൂടെ കതകിൻ്റെ അതിൽ എത്തി നോക്കുമ്പം കതക് എന്തോ ഒരു സാധനം കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് അവർക്ക് തോന്നി. ഇതെല്ലാം കണ്ടിട്ട് കലിപ്പായിട്ട് റെനി പറയും അവൻ കാരണം ഇപ്പം നമ്മളെല്ലാം ഇതിനകത്തിരുന്ന് പുഴുങ്ങിറ്റാകാൻ പോവുകയാണെന്ന്. ആക്ച്വലി ഈ ഹീറ്റ് റൂമിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചും വെളിയിലാവുള്ളത്. അതുകൊണ്ട് വേറൊരാൾ വരുന്നോടം വരെ ഇവർ ഇതിനകത്ത് ഇരുന്നേ പറ്റൂ. വേറൊരാൾ വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ റെനിയാണ് വലിയൊരു കമ്പെടുത്തിട്ട് ആ ചില്ലടിച്ച് പൊട്ടിക്കാൻ നോക്കും. പക്ഷെ ഒന്നും നടക്കത്തില്ല. ഉടനെ തന്നെ ഹീറോ ഹീറ്ററിലിരുന്നൊരു കല്ലെടുത്തിട്ട് വെള്ളത്തിൽ മുക്കി കൂളാക്കിയ ശേഷം ആ കഥയിലുള്ള കണ്ണാടി അടിച്ച് പൊട്ടിക്കാൻ അടിച്ചടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരും. പക്ഷേ നമ്മുടെ ഹീറോ അത് പൊട്ടിക്കും. അങ്ങനെ ഇപ്പോഴാണ് 3 പേർക്കും നല്ലൊരു കാറ്റ് കിട്ടാൻ തുടങ്ങി. എല്ലാവരും കിടന്ന ഓട്ടയെ കൂടെ ഒറ്റയെടുക്കും. പക്ഷെ ഒരുത്തനും കേൾക്കത്തില്ല. ആ ടൈമിൽ തന്നെ ആ കഥകിനെ ഒരു ഏണി വെച്ച് അടച്ചേക്കുന്ന രീതി കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ അവിടെ ഇരുന്ന കല്ലെടുത്തിട്ട് തുണി കെട്ടിയ ശേഷം ആ ഹോളിൽ കൂടെ ഇടും. എന്നിട്ട് വലിച്ച ഏണി നീക്കാൻ നോക്കും. പക്ഷെ ഹീറോയുടെ ആ ശ്രമം വെറുതെ ആയിപ്പോവും. കാരണം ഏണി അവിടുന്ന് 1 ഇഞ്ച് പോലും അനങ്ങത്തില്ല. അത് കഴിഞ്ഞ ഉടനെ റെനി വന്ന് റൂമിലുള്ള ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന കൺട്രോളർ വെച്ചിട്ട് ചൂട് കുറയ്ക്കാൻ നോക്കും. ആ ടൈമിൽ ഹീറോ പറയും വേണ്ട അത് ചെയ്യേണ്ട, കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ റൂമിലെ ഹീറ്റ് 247 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് പോകും. അങ്ങനെ പോയാൽ നമ്മുടെ തോല് വരെ ഉരുകി പോകും. പിന്നെ ഇതിനകത്ത് വെന്തിരിക്കേണ്ടി വരുമെന്ന് പറയും. ഇത് കേട്ടോടെ തന്നെ ഹീറോയിനും റെനിയും ഡബിൾ ഇരട്ടി പേടിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ, ഹീറോ ആയിപ്പോയില്ലേ. ടക്കെന്ന് അവൻ്റെ മനസ്സിലൊരു ഐഡിയ വരും. അവൻ നോക്കുമ്പോൾ അവിടെ ഹീറ്റ് ലൈറ്റ് കാണും. ആ ഹീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത റൂമിൻ്റെ ടെമ്പറേച്ചർ കുറയുമെന്ന് പറഞ്ഞ് അവൻ ആ ഹീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ആ ഹീറ്റ് ലൈറ്റ് ഉപയോഗിച്ച് ഫ്യൂസ് ഊരിയിട്ട് പവർ ഓഫ് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ഹീറോ പവർ ഓഫ് ചെയ്യുന്ന നേരത്തെ ടക്കെന്ന് കറണ്ട് അടിക്കുന്നത്. ആ സ്പോട്ടിൽ തന്നെ ഹീറോയുടെ ബോധം പോകും. ഏറെക്കുറെ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോകും. അങ്ങനെ കുറേ കഴിഞ്ഞ് ഹീറോയ്ക്ക് ബോധം വീണെങ്കിലും അവൻ നല്ല വീക്കായി പോകും. അങ്ങനെ 3 പേര് ശോക അവസ്ഥയിലായി പോകും. കാരണം അവർക്കിപ്പോൾ ഒരു വഴിയുമില്ല. ആ ടൈമിൽ അങ്കിളിൻ്റെ നായ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ നായയുടെ സൗണ്ട് കേട്ടുടനെ തന്നെ അതിൻ്റെ പേര് പറഞ്ഞ് വിളിക്കും. അങ്ങനെ നായയും ഇത് കേൾക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നായ എങ്ങനെ 3 പേര് രക്ഷിക്കും? ആ ടൈമിൽ എല്ലാം കഴിഞ്ഞ് മൈക്കിൾ നായയുടെ അടുത്തേക്ക് വരും. അവൻ എവിടെ പോയതാണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അവനിപ്പോൾ ബോധമൊക്കെ വീണിട്ടുണ്ട്. അങ്ങനെ മൈക്കിളിൻ്റെ സൗണ്ട് കേട്ടിട്ട് അവൻ പുറത്തുണ്ടെന്ന് 3 പേർക്കും പിടി കിട്ടിയോണ്ട് അവർ വീണ്ടും ഒച്ച എടുക്കാൻ തുടങ്ങും. പക്ഷെ എന്ത് ചെയ്യാൻ, ഈ പ്രാവശ്യം ആ നാട്ടിലെന്തോ സെലിബ്രേഷൻ ആയിരുന്നെന്ന് തോന്നുന്നു. അവിടെ ഫുള്ള് പടക്കം പൊട്ടും. ആ ടൈമിൽ ഇവർ ഒറ്റ കിടന്ന് വിളിക്കും. പക്ഷെ അതൊന്നും മൈക്കിൾ കേൾക്കാതെ അവൻ അവിടെ നിന്ന് പോകും. ആ ടൈമിൽ മൈക്കിൾ അവിടെ നിൽക്കുമ്പോൾ അങ്കിൾ അങ്ങോട്ടേക്ക് വരും. പുള്ളി വന്നിട്ട് ചോദിക്കും നീ മാത്രം എന്താ ഇവിടെ, ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യാൻ? മൈക്കിൾ പറയും ഞാൻ വെള്ളം അടിച്ചിട്ട് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുമായിരുന്നു, എണീറ്റ് നോക്കിയാൽ അവരെ ആരെയും കാണുന്നില്ല, എല്ലാവരും എന്നെ കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു പറയും. അങ്കിൾ ചോദിക്കും നീ ഇപ്പോൾ പാർട്ടിക്ക് പോയില്ലെന്ന്. പോയായിരുന്നു, പക്ഷെ അവരെന്നെ അകത്തേക്ക് വിട്ടില്ലെന്ന് മൈക്കിൾ പറയും. അങ്കിള് പറയും എങ്കിൽ നമുക്ക് 2 എണ്ണം അടിക്കാന്ന് പറഞ്ഞ് അവർ 2 പേരും വെള്ളം അടിക്കാനായിട്ട് പോകും. ഈ ഹീറ്റ് റൂമിൽ എന്താ നടക്കുന്നത് നോക്കാം. 3 പേരുടെ കണ്ടീഷന് വളരെ മോശമായി. വെള്ളവും തീർന്നു. റെനിക്കാണെങ്കിൽ ചൂട് ഒട്ടും താങ്ങാനും പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ആ കൺട്രോളർ ഉപയോഗിച്ച് ഹീറ്റ് കുറയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞ് റെനി അവിടെ നിന്ന് എണീക്കും. ഇത് കണ്ടുടനെ തന്നെ ഹീറോയിൻ വേണ്ടെന്ന് പറഞ്ഞ് റെനീനെ തടുക്കാനായിട്ട് അവിടെ പോകും. അവിടെ വെച്ച് ഇവർ തമ്മിൽ അടിയാകും. പെട്ടെന്ന് ഹീറോയിൻ കയ്യിലുള്ള കല്ല് വെച്ചിട്ട് റെനിയുടെ തലച്ചിട്ടടി. പോട്ടി തന്നെ റെനി അവിടെ വീഴും. പക്ഷെ നമ്മുടെ ഹീറോ ഇച്ചിരി ടാലൻ്റ് ഉള്ള ആളായതുകൊണ്ട് അവൻ അവിടെ ചെക്ക് ചെയ്തിട്ട് പറയും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അൺകോൺഷ്യസ് ആയി പോയതാണ്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോയിൻ നല്ല ഇമോഷണലായിട്ട് കയ്യിലുള്ള കല്ല് വെച്ചിട്ട് ആ ടെമ്പറേച്ചർ കൺട്രോളർ അടിച്ചുടയ്ക്കും. അങ്ങനെ റൂമിൻ്റെ ടെമ്പറേച്ചർ 247 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് പോകും. നമ്മുടെ ഹീറോ ഓൾറെഡി വീക്കാണല്ലോ. ഈ ടെമ്പറേച്ചറൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചിട്ട് അവൻ ആ ഹീറ്റർ തല്ലി പൊട്ടിക്കാനായിട്ട് നോക്കും. അതിനുവേണ്ടി അവൻ ആ ഹീറ്ററിനെ കെട്ടിപ്പിടിച്ചിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ ഇട്ടാട്ടും. അത് കാരണം ഹീറ്ററിലെ
ഗ്യാസ് ലീക്കായിട്ട് സ്കൂട്ടി പൊട്ടിത്തെറിക്കും. ഇപ്പം തന്നെ ഡോർ ഓപ്പണായി ഹീറോയിൻ ഈസി ആയിട്ട് വെളി വരും. അവിടെ നമ്മൾ നേരെ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും. എന്നിട്ട് അവിടെ നിന്ന് നേരെ അവളുടെ മുറിയിലേക്ക് പോയി റൂമിൽ പോയി ബെഡിലിരിക്കുമ്പോഴാണ് ജെന്നീനൊരു വിളി വരുന്നത്. ആ ടൈമിലാണ് പെട്ടെന്ന് ഹീറോയിനും റെനിക്കും ബോധം വീഴുന്നത്. ഹീറോയിൻ നോക്കുമ്പോൾ ഓൾറെഡി ഹീറോ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഗ്യാസ് കാരണം ബോധം പോയിട്ട് ഇവൾക്കൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ആയതായിരുന്നു. ഇവൾ ആ റൂമിൽ പോയതും വെള്ളം കുടിച്ചതുമെല്ലാം. അങ്ങനെ ഈ ടൈമിൽ ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടായിരിക്കുന്നത്. ഹീറോയിൻ അവിടെ വന്നിട്ട് ജനലിൻ്റെ ഓട്ട വഴി ശ്വാസം എടുക്കാൻ നോക്കും. അതുപോലെ തന്നെ റെനിയേയും പിടിച്ച് പൊക്കിയിട്ട് ആ ഓട്ടയിൽ കൂടെ ശ്വാസം എടുപ്പിക്കാൻ നോക്കും. അതുപോലെ തന്നെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്യാസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവൾ അതിലെ വരുന്ന ഹോസിലേക്ക് ഒരു കമ്പെടുത്ത് വെച്ച് ഗ്യാസും സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ അവസാനം മൈക്കിൾ വീട്ടിൽ വന്ന് കിറങ്ങി ഉറങ്ങും. ആ ടൈമിൽ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവൻ അവിടെ നിന്ന് പോയപ്പോൾ ഒരുപാട് സാധനം താഴെ വീണായിരുന്നു. പക്ഷേ അവൻ എല്ലാം എടുത്തു വെച്ചോടി ഏണിയുടെ കേസ് മറന്നു. കുറച്ച് കഴിഞ്ഞ് അങ്കിൾ അങ്ങോട്ടേക്ക് വരും. വന്ന പുള്ളി ഹീറ്റ് റൂമിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ ഹീറോയിനെ കാണുന്നത്. അങ്ങനെ ഇത് കണ്ട് ഷോക്കായിട്ട് പുള്ളി ആംബുലൻസ് വിളിക്കും. അങ്ങനെ അവസാനം ആംബുലൻസ് ഹീറോയിനും റെനിയും കൂടെ ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കും. ആ ടൈമിൽ ഹീറോ മരിച്ച വിഷമത്തിൽ മൈക്കിൾ കിടന്ന് കരയും. അങ്ങനെ ഈ ഒരു സീനോട് കൂടിയാണ് ഈ സിനിമ ഇവിടെ തീരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി മൂവീസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.